കോടതിയുടെ ഏഴേലക്ക് നിൽക്കാത്തൊരു കീറക്കടലാസിന്റെ വിലയുള്ള FIR രാജാവിനേക്കാൾ വലിയ രാജഭക്തി മൂത്തൊരു പടയാളിയുടെ ചിന്തയില്ലാ പണി എന്നതിനപ്പുറം ആ കേസെടുക്കൽ ഒരു പാർട്ടി നയമാണെന്നും ഒരു ഭരണകൂട തീരുമാനമാണെന്നും അത് മാധ്യമങ്ങളുടെ വാ മൂടിക്കെട്ടി പിണ്ടം വെച്ച് കിടത്താനുള്ള വിരട്ടലാണെന്നും കേരളം ധാർമ്മിക രോഷത്തോടെ തിരിച്ചറിയുന്ന ദിവസങ്ങളാണ്. അധികാരത്തിന്റെ ആരോരുമറിയാ പരിസരങ്ങൾ കിടക്കുന്ന അപ്പക്കഷ്ണങ്ങളിലേക്ക് വായിൽ ഈത്തയൊലിപ്പിച്ച് വെള്ളമൂറി നിൽക്കുന്ന കുറച്ച് അടിമക്കണ്ണുകൾ ഒഴികെ രാഷ്ട്രീയ ഭേദമന്യേ സാമാന്യം മനുഷ്യരൊക്കെ ആ കേസെടുക്കൽ അധികാരവാഴ്ചയുടെ അഹങ്കാരമാണെന്ന് മറയില്ലാതെ പറയുന്നുവെങ്കിൽ അതിനൊരു കാരണം പാർട്ടി സെക്രട്ടറി സാക്ഷാൽ MV ഗോവിന്ദന്റെ വിലയില്ലാ വിരട്ടുകൂടിയാണ്. മോദിക്കാലത്ത് മാധ്യമ സ്വാതന്ത്ര്യം തെക്കോട്ടെടുക്കുന്നേ എന്ന് തെക്കോട്ടേക്ക് നോക്കി വാഗ്ദാനം മുഴക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സങ്കോചങ്ങളില്ലാതെ പറയുന്നു, SFI വിരുദ്ധമായി സർക്കാർ വിരുദ്ധമായി ക്യാമ്പയിൻ ചെയ്താൽ മാധ്യമങ്ങൾക്കെതിരെ ഇനിയും എടുക്കും കേസുകൾ. മാധ്യമങ്ങളെ വാർത്തയുടെ വാമൂടി ഒരു മൂലക്കിരുന്നില്ലെങ്കിൽ കാത്തിരിപ്പുണ്ട് ഗോതമ്പുണ്ട് എന്നാണ് ഭീഷണിയുടെ മലയാള പരിഭാഷ. അത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്നതല്ല വാർത്തയുടെ ടോണെങ്കിൽ ഗൂഢാലോചന കുരുക്കിൽപ്പെടുത്തി തൊലച്ചു കളയുമെന്ന ഭരണകൂട ഭീകരതയുടെ ഭാഷയാണ് കേരളത്തിന് ഓർമ്മയുണ്ട്. ആ സിൽവർ ലൈൻ ചർച്ചകളിൽ കല്ലു പറിക്കുന്നവന്റെ പല്ലു പറിക്കുമെന്നൊരു അധികാരം തലക്കി പിടിച്ച ജനാധിപത്യ വിരുദ്ധ ധാർഷ്ട്യത്തിൽ പാർട്ടി സെക്രട്ടറിയുടെ ആ വിരട്ടങ്ങ് പെട്ടെന്ന് പൊട്ടിവീഴുന്ന ഒന്നല്ല. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ജനത്തിന് കാര്യമറിയേണ്ട ബുധനാഴ്ച ബ്രീഫിംഗ് പൊടുന്നനെയങ്ങ് ഇല്ലാതാവുന്നതിൽ കടക്ക് പുറത്ത് എന്നൊരു മുഖ്യമന്ത്രിയുടെ അലർച്ചയുടെ തുടർച്ചയിൽ നിയമസഭയിലെ മാധ്യമ വിലക്കിലൊക്കെയൊക്കെ കേരളം തൊട്ടറിയുന്നുണ്ട് ഈ വാർത്താ വെറുപ്പ്. എതിർപ്പിന്റെ ഒരു കണികാശബ്ദം ഉയർത്തുന്ന ആരെയും നാലായി കീറി മുളക് തേച്ചു കൊന്ന് കഴിവേറ്റാൻ കാത്തിരിക്കുന്ന ആ സമാന്തര സൈബർ പിരാനക്കുളങ്ങളുടെ ഇന്ധനം പാർട്ടിയുടെ വ്യവസ്ഥാപിതമായ മാധ്യമ വെറുപ്പാണ്. ഇനി വ്യാജ വാർത്തയെക്കുറിച്ചാണെങ്കിൽ ആന്തൂരിലെ സത്യം ഫോണിൽ തെളിയുന്നു എന്നൊരു വ്യാജം നാറുന്ന തലക്കെട്ട് പാർട്ടി മുഖപത്രത്തിൽ ഇപ്പോഴും കിടപ്പാണ്. മര്യാദകെട്ട ഈ അപവാദ പ്രചരണം തുടർന്നാൽ ഞാനും എന്റെ മക്കളും ആത്മഹത്യ ചെയ്യുമെന്ന സാജന്റെ ഭാര്യയുടെ രോദനം കാതോർത്താൽ ഇപ്പോഴും കേൾക്കാമെങ്കിൽ ആ തലക്കെട്ട് തിരുത്തിയിട്ടാവാം സാർ. മാധ്യമങ്ങൾക്കുള്ള ധാർമ്മികതാ ക്ലാസ് എടുപ്പ്. ഭരണത്തിലെ നെറുകേടുകൾ ചൂണ്ടിക്കാട്ടിയാൽ മറുപടി IPC വകുപ്പുകളാണെങ്കിൽ സൈബർ പിരാനക്കുളങ്ങളിലേക്ക് എറിയാനാണ് രാജശാസനയെങ്കിൽ പരമാവധി ഒരു മാഷാ അല്ലാ സ്റ്റിക്കറിട്ട് ഇന്നോവ വീട്ടുപടിക്കൽ കറങ്ങുമെന്നാണെങ്കിലും ദാസ്യപ്പണിയെടുക്കാൻ സൗകര്യമില്ല. അത് വിദൂഷകരും സ്തുതിപാഠകരും അരങ്ങുവാഴുന്ന ഒരു കൊട്ടാരവാതുക്കൽ വന്ന് കാരണഭൂതൻ തിരുവാതിരപ്പാട്ട് പാടി PR കുമ്മിയടിച്ചു കളിക്കാൻ സഖാവെ തൽക്കാലം മനസ്സില്ലെന്നാണ് മറുപടി.